അപ്പോൾ ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാനും അമ്പുടും ഇതേ വണ്ടികളൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ് കേട്ടോ, ഇങ്ങനത്തെ ക്യൂബ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതേ അവന് വണ്ടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അമ്പുടുവിനാണെങ്കിൽ തീരെ വയ്യ, പനിക്കുന്നുണ്ട് കുട്ടിക്ക്. നെറ്റിയൊക്കെ ഭയങ്കര ചുടും തന്നെയാണ് ഇരിക്കണേ. അപ്പോൾ അതേ അപ്പോൾ അധികം വാശി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ അവൻ്റെ കൂടെ ഞാനും കളിക്കാനായിട്ടിരുന്നു. കണ്ണൊക്കെ വളരെ കുഞ്ഞിതായിട്ടാണ്, മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി കഞ്ഞി കുടിക്കാനുള്ള ടൈമായപ്പോൾ ഞാൻ അവന് കുറച്ച് കഞ്ഞി കൊടുത്തു. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഞ്ഞിയും മീൻ വറുത്തതും കൂടി കൂട്ടി കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് മരുന്ന് കഴിക്കാനുള്ള യുദ്ധമാണ് ഇനി ഉണ്ടാവുക. മരുന്ന് കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഒന്നല്ലെങ്കിൽ മരുന്നിൻ്റെ ചുവ ഇഷ്ടമാവാണ്ട്, പിന്നെ ഒന്നല്ലെങ്കിൽ ഛർദ്ദിക്കും. ചില മരുന്ന് കഴിക്കുമ്പോൾ ഛർദ്ദിക്കാറുണ്ട്. അതാണ് ഈ കർട്ടൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കണേ കേട്ടോ. മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ പറയുക, കർട്ടൻ്റെ ബാക്കിൽ പോയി ഒളിച്ചെന്ന് തുടങ്ങി. അപ്പം ഈ മരുന്ന് കൊടുത്തിട്ട് ഇനി കുറവില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ ഡോക്ടറെ അടുത്ത് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിലും ചെറുതായ സമയത്ത് 6 മാസം മുതൽ പിന്നെ 1 വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ ഇങ്ങനെ പനി വരുമ്പോൾ മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ അത് കഴിച്ചായിരുന്നു. തുപ്പിക്കളയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കാനിക്കുക, അതുപോലെ ഒളിച്ച് നിൽക്കുക, മരുന്ന് വേണ്ടാന്നൊക്കെ പറയുക, അങ്ങനെയാണ് കേട്ടോ. പിന്നെ മരുന്നിൻ്റെ ക്ഷീണം കൂടി ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കോളും. അപ്പോൾ ഞാൻ എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു. ബെഡിൻ്റെ മുകളിൽ ഷീറ്റ് വിരിക്കും കേട്ടോ, എന്നിട്ടാണ് ബെഡ്ഷീറ്റ് വിരിക്കണേ. എന്നിട്ട് ബെഡ്ഷീറ്റിന് മുകളിൽ വേറൊരു ഷീറ്റും കൂടി ഇടും കേട്ടോ. കാരണം മൂത്രം ഒഴിപ്പിച്ചിട്ട് തന്നെയാണ് കിടത്താറ് ഉറങ്ങണേക്കാൾ മുന്നേ. ചില ദിവസങ്ങളിൽ ഉറക്കം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ എന്താ പറയുക, മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബെഡ് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ നമ്മൾ എന്താ പറയുക, റബ്ബർ ഷീറ്റ് വിരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേ കുട്ടി ഉറങ്ങി. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ ആ മരുന്ന് കഴിച്ചതിൻ്റെ ക്ഷീണത്തിലും വേഗം അങ്ങോട്ട് ഉറങ്ങിയിട്ടാ. പിന്നെ പുതപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാലും കുട്ടി കാലുകൊണ്ട് തട്ടിമാറ്റി കളയും. എത്ര തണുപ്പുണ്ടെങ്കിലും പുതപ്പിടാൻ കൂട്ടാക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.